ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. സത്യം പറഞ്ഞാൽ ഭഗവത്ഗീത മനുഷ്യവംശത്തിന് കിട്ടിയ ഏറ്റവും വലിയ ജീവിത വിജയ രഹസ്യ ശാസ്ത്രമാണ്. സ്കൂൾ കുട്ടികൾ മുതൽ പഠിക്കേണ്ട അത്യുത്തമമായ ഒരു ജീവിത ശാസ്ത്രം. ഈ ഒരു ഗീതയിൽ പറഞ്ഞു തരുന്ന ജീവിത വിജയ രഹസ്യങ്ങൾ ഓരോ മനുഷ്യരും ഉൾക്കൊള്ളുകയാണെങ്കിൽ ഈ ലോകം എത്ര ശാന്തസുന്ദരമായിരിക്കും. മനുഷ്യൻ ദുരിതമനുഭവിക്കുന്നതൊക്കെ അവൻ്റെ സ്വാർത്ഥമായ ആഗ്രഹങ്ങളെ കൊണ്ടാണ്. വാസ്തവത്തിൽ ഈ ലോകത്തിൽ ഒരു പ്രശ്നവുമില്ല. ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് സ്വാർത്ഥ താല്പര്യങ്ങളാണ്, മനുഷ്യൻ്റെ സ്വാർത്ഥ ചിന്തകളാണ്. ഈ സ്വാർത്ഥ ചിന്തകൾ മനുഷ്യൻ്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ, അത് ഭരണാധികാരികളുടെ ഉള്ളിലാവട്ടെ, അത് ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ അവൻ്റെ രാജ്യം അല്ലെങ്കിൽ അവൻ്റെ നേട്ടം, അവൻ്റെ ലോകം അത് മാത്രമേ അവൻ കാണൂ. ഈ സമൂഹത്തിൽ സ്വാർത്ഥ ചിന്തയോടുകൂടി ചിന്തിക്കുന്നവരൊക്കെ അവസാനം അധപ്പതിച്ചു പോയിട്ടുള്ളൂ. അവരൊറ്റപ്പെട്ടിട്ടേ ഉള്ളൂ. സമൂഹം അവരെ കൈ വെഴിഞ്ഞിട്ടേ ഉള്ളൂ. നിങ്ങൾ നോക്കൂ, തീവ്രവാദത്തെ എന്തുകൊണ്ടാണ് സമൂഹം എതിർത്തത്? കാരണം അവർ സ്വാർത്ഥ ചിന്തയാണ്. എനിക്ക് സ്വർഗം കിട്ടണം, അല്ലെങ്കിൽ ഞങ്ങളുടെ ആളുകൾക്ക് സ്വർഗം കിട്ടണം. അപ്പം ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോയി അടിച്ചു പൊളിക്കണമെങ്കിൽ പാവനിരപരാധികളെ ബോംബിടണം, കൊല്ലണം. ആ തരത്തിലുള്ള ദുഷ്ടചിന്തകൾ, അതുപോലെ ക്രൂരചിന്തകൾ വെച്ചുകൊണ്ട് തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ തങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, രാജ്യത്തിൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ആര് കുബുദ്ധിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ കാലം അവരെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒറ്റപ്പെടാതിരിക്കണമെങ്കിൽ അത് വ്യക്തിതലത്തിലും സമൂഹതലത്തിലും രാഷ്ട്രതലത്തിലും നമുക്കിത് കാണാൻ പറ്റും. അപ്പം മനുഷ്യൻ ഒറ്റപ്പെടാതിരിക്കണമെങ്കിൽ അവനിലെ ആ സ്വാർത്ഥതയെ അവൻ മാറ്റണം. എൻ്റെ ഇഷ്ടം, എൻ്റെ ലോകം, എൻ്റെ എന്നതിനൊന്ന് മാറ്റം വരുത്തി നമ്മൾ അതിൽ നിന്നൊന്ന് വികസിച്ച്, നാരായണ ഗുരുദേവനെ കഥ നമ്മളെ പഠിപ്പിച്ചത്, അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് അപരന സുഖത്തിനായി വരണം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു നമ്മുടെ ഭാരതീയ ഋഷിവര്യന്മാർ പഠിപ്പിച്ചതാണ്. അപ്പം നമ്മൾ ആ സ്വാർത്ഥതയിൽ നിന്ന് ഒന്ന് വികസിക്കണം. ആ വികാസത്തിനാണ് നമുക്ക് ചില അനുഷ്ഠാനങ്ങൾ വേണ്ടത്. അപ്പം നമ്മൾ ഈ പരമ ആനന്ദമായി ജീവിക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഇപ്പം നമ്മൾ ജീവിക്കുന്നതൊക്കെ സുഖത്തിന് വേണ്ടിയിട്ടാണ്. സുഖം എന്നതാണ്, ഈ സുഖം എന്നതുണ്ടല്ലോ സ്വാർത്ഥതയുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ആനന്ദം എന്നത് അതിൽ നിന്ന് ഉയർന്നതാണ്. അത് കുറച്ചുകൂടി ഉയർന്ന ഒരു നിലവാരമുള്ളതാണ്. ആനന്ദം എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. നിങ്ങൾ ആ വാക്കിൻ്റെ അർത്ഥം നോക്കുക. പരമാപ്നോതി പുരു. പരം എന്ന് പറഞ്ഞാൽ, പരമം എന്ന് പറഞ്ഞാൽ തന്നെ ശ്രേഷ്ഠം എന്നാണ്. അപരം എന്ന് പറഞ്ഞാൽ താഴ്ന്നത്, പരം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠം. അപ്പം അപരം എന്നത് വളരെ ചുരുങ്ങിയ ഒരു മാനസികാവസ്ഥയാണ് അപരം. അതായത് തൻ്റെ സുഖം, തൻ്റെ ഇഷ്ടം, തൻ്റെ ലോകം, അതാണ് അപരം. പരം എന്ന് പറയുന്നത് അപരത്തിൽ നിന്നും വികസിച്ചതാണ്. ഇപ്പം നമ്മളൊരു മുറിക്ക് പുറത്തു വന്ന്, വീടിൻ്റെ പുറത്തു വന്ന അവസ്ഥ, എല്ലാവരെയും കാണുന്നൊരവസ്ഥ, കുറച്ചുകൂടി ഒരു വിശാലത, പരമം. അപ്പം പരമാവസ്ഥയിലേക്ക് നമുക്ക് ഉയരണം. അപ്പം നമ്മുടെ ഇടുങ്ങിയ ലോകത്തിൽ നിന്നും വികാസമുള്ള ലോകത്തിലേക്ക്, അപ്പം വികസിക്കുമ്പോൾ തന്നെ ആനന്ദം കൂടി, സന്തോഷം കൂടി. അത് സുഖത്തിൽ നിന്നും, സുഖം എന്നത് പതുക്കെ മാറി ക്രമേണ അത് ആനന്ദമായി മാറി. ആനന്ദം എന്ന വാക്കിൻ്റെ ഉള്ളിൽ ഒരു അനന്തത കിടപ്പുണ്ട്. അതായത് മറ്റുള്ളവർക്ക് പോലും സന്തോഷമുണ്ടാകുന്നതിൽ നമുക്കൊരു സന്തോഷം. ഇപ്പോൾ ഒരു കുട്ടിയുടെ അമ്മയുടെ അവസ്ഥ പറഞ്ഞ പോലെയാണ്. അമ്മ വീട്ടിൽ പലഹാരമൊക്കെ ഉണ്ടാക്കി, ഒരു വീട്ടിൽ നമ്മൾ അമ്മമാരുണ്ടല്ലോ അപ്പമൊക്കെ ഉണ്ടാക്കി, ഇപ്പോൾ ഒരു 4-5 ഒക്കെ മക്കളുള്ള വീട്, പഴയ കാലത്തൊക്കെ ആണെങ്കിൽ നല്ല മെനക്കടാണ് ഈ അപ്പമൊക്കെ ഉണ്ടാക്കാൻ. പഴയ കാലത്ത് ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട്. കാരണം അന്നൊക്കെ നമുക്ക് ഗ്യാസ് സൗകര്യങ്ങളൊക്കെ വരുന്നേ ഉള്ളൂ. അന്നൊക്കെ അടുപ്പല്ലേ. അപ്പം ഇതെല്ലാം മാവൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്കും പിന്നെ അടുത്തുള്ള ആളുകൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി അപ്പമൊക്കെ ഉണ്ടാക്കി ഇതെല്ലാവർക്കും അങ്ങോട്ട് കൊടുത്ത്, ഒരുപക്ഷെ ആ അമ്മയ്ക്ക് കഴിക്കാൻ ഒരപ്പം പോലും ഉണ്ടായിട്ടുണ്ടാവില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അതുപോലും അമ്മ ഭാഗിച്ചു കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ എന്നിട്ടും അമ്മ ഹാപ്പിയാണ്. കാരണം എല്ലാവരുടെ മുഖത്തും കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, എല്ലാവർക്കും കിട്ടിയ ഒരു ആനന്ദമുണ്ടല്ലോ, അതാണ് അമ്മയുടെ സന്തോഷം. എന്നാൽ ഓരോ വ്യക്തികളെ സംബന്ധിച്ചോ, എനിക്കിത്ര കിട്ടി, ഞാനിത്ര കഴിച്ചു, എനിക്ക് കിട്ടിയതിലാണ് അവരുടെ സന്തോഷം, മറ്റൊരാൾക്ക് കൊടുക്കുന്നതിലാണ് സന്തോഷം. അപ്പം ഈ ഒരു വികാസം നമുക്കൊക്കെ ഉണ്ടാവണം. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കണം, സുഖമായി ജീവിക്കുക എന്നാൽ, ആനന്ദമായി ജീവിക്കുക എന്നാൽ
വികാസത്തോടെ ജീവിക്കുക. വികാസമില്ലാതെ നിങ്ങൾക്ക് യഥാർത്ഥ സുഖവും യഥാർത്ഥ ആനന്ദവും അനുഭവിക്കാൻ പറ്റില്ല. മറ്റതൊക്കെ വെറും നമ്മുടെ തോന്നലാണ്. അപ്പം അതുകൊണ്ടാണ് പരമാപ്നോതി പൂരുഷ. ആരാണോ പരിവർത്തനത്തിന് തയ്യാറാവുന്നത് അവർക്ക് പരമാപ്നോതി. ഞാൻ പറയുന്നത് ആ 3-ാം അധ്യായത്തിലെ 19-ാം ശ്ലോകമാണ്. ഒന്നുകൂടി നമുക്ക് ചൊല്ലാം. തസ്മാദസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പൂരുഷ. അസക്തോ ഹി ആചരൻ കർമ്മ. ആരാണോ അസക്തനായി, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു എങ്കിലും ആവർത്തിക്കാൻ, എന്താണ് ആസക്തി? എന്തിനോടാണ് അറ്റാച്ച്മെൻ്റ് ഉണ്ടാവാതിരിക്കേണ്ടത്? എന്തിനോടാണ് നമ്മൾ ഒട്ടലില്ലാതിരിക്കേണ്ടത്? എന്തിനോടാണ് നമുക്ക് അമിതമായൊരു അഭിനിവേശം ഉണ്ടാവാതിരിക്കേണ്ടത്? ഒന്നാമത്തത് ആലസ്യം. എങ്ങനെയാണ് ആലസ്യത്തോട് ഒട്ടലില്ലാതിരിക്കുക? കൃത്യനിഷ്ഠ. ഇപ്പം രാവിലെ മുതൽ നമ്മുടെ ജീവിതം ഒരു കൃത്യനിഷ്ഠ പാലിച്ചുകൊണ്ട് നാം ആലസ്യത്തെ തോൽപ്പിക്കണം. അപ്പം നമ്മുടെ ജീവിതം അങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കണം. ആ കാര്യത്തിൽ എന്നെ ഏറെ സ്വാധീനിച്ചത്, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും സ്വാമി ചിന്മയാനന്ദജിയാണ്. സ്വാമി ചിന്മയാനന്ദ ചിന്മയ മിഷൻ ഫൗണ്ടറായിരുന്ന ഗുരുദേവ് സ്വാമി ചിന്മയാനന്ദജി. അദ്ദേഹത്തെ നേരിട്ട് കാണാൻ എനിക്ക് ഭാഗ്യം കിട്ടിയില്ല. കാരണം ഞാൻ കോളേജ് ഫൈനലിൽ പഠിക്കുമ്പോഴാണ് സ്വാമിജിയുടെ സമാധി ഉണ്ടായത്. അപ്പോൾ സ്വാമിജിയുടെ ജീവിതം എങ്ങനെയാ വെച്ചാൽ കൃത്യനിഷ്ഠയാണ്, വളരെ കൃത്യനിഷ്ഠ. 4 മണി എന്ന് പറഞ്ഞാൽ 4 മണിക്ക് എണീറ്റുണ്ടാവും. ആ സമയത്ത് സ്വാമിജി റെഡിയാണ്. കാരണം രാവിലെയാണ് സ്വാമിജി കത്തുകൾക്കൊക്കെ മറുപടി കൊടുക്കുക. ഒരുപാട് കത്തുകൾക്ക് ഡെയിലി. അന്നൊന്നും ഇതുപോലെ ടെക്നോളജി ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ട് സ്വാമിജി കത്തുകൾ എഴുതും. ഒരു സ്വാമിജിയുടെ ജീവിതത്തിൽ പറഞ്ഞു കേട്ടുള്ളത് ഒരു 10-15 ലക്ഷം കത്തുകൾക്ക് മറുപടി ചെയ്തിട്ടുണ്ടാവും. ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? ഇത്രയും ലക്ഷം. അത് കഴിഞ്ഞ് സ്വാമിജി പുസ്തകരചനയുണ്ട്. അപ്പോൾ അതിനൊക്കെ ആളുകളുണ്ട്. അവരൊക്കെ റെഡി ആയിട്ടുണ്ടാവുമ്പോഴേക്കും കുളിച്ച് അവരൊക്കെ റെഡിയാണ്. സ്വാമിജിയുടെ ഒരു സന്തത സഹചാരിയായിരുന്ന ബാലകൃഷ്ണൻജി എനിക്ക് വളരെയധികം അറിയപ്പെടുന്ന ഒരാൾ. അപ്പോൾ ബാലകൃഷ്ണൻജിയൊക്കെ പറയും, 4 മണി എന്നുള്ളൊരു സമയമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ മുറിയിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും സ്വാമിജി ആക്റ്റീവായി കഴിഞ്ഞു എന്നുള്ളത്. ഇത്ര ഒരു ആക്റ്റീവായിരുന്നു സ്വാമി. അത് കഴിഞ്ഞ് സ്വാമിജി ഓരോ പ്രഭാഷണങ്ങളുണ്ടല്ലോ, അത് പറഞ്ഞ സമയമാണ്. 4 മണി എന്നുള്ളൊരു പ്രഭാഷണം 4 മണിക്ക് 1 മിനിറ്റുള്ളപ്പോഴേ സ്വാമിജി സ്റ്റേജിലെത്തിയിട്ടുണ്ടാവും. അപ്പം ആ ഒരു അക്യുറസി, ആ ഒരു ഡിസിപ്ലിൻ വളരെ കൃത്യനിഷ്ഠമായി സ്വാമിജി കൊണ്ടു നടന്നപ്പോൾ സ്വാമിജിയുടെ രീതിക്ക് സമൂഹം മാറേണ്ടി വന്നു. ക്രമേണ സമൂഹത്തിന് അങ്ങനെ മാറ്റം വരുത്തേണ്ടി വന്നു. അല്ലെങ്കിൽ സ്വാമിജി പ്രഭാഷണം തുടങ്ങിയിട്ടുണ്ടാവും. ആ ഒരു കൃത്യനിഷ്ഠ. അപ്പം അതിൽ നിന്ന് സ്വാമിജി പഠിപ്പിച്ചൊരു പാഠം എന്താ വെച്ചാൽ, ആലസ്യമാണ് നമ്മുടെ പുരോഗതിക്ക് വലിയ തടസ്സം സൃഷ്ടിക്കുന്നത്. ഒരു മനുഷ്യനുള്ള അനന്ത കഴിവുകളെ ഇല്ലാതാക്കുന്നത്. അമ്മമാർ ശ്രദ്ധിക്കുക, കുട്ടികളിലുള്ള അനന്ത സാധ്യതകൾ ഇല്ലാതാക്കുന്നതിൽ ആലസ്യത്തിന് മുഖ്യ പങ്കുണ്ട്. ഇന്നാണെങ്കിൽ നമുക്കറിയാം കുട്ടികളെ വളരെയധികം സ്വാധീനിച്ചിരിക്കുകയാണ് മൊബൈൽ. എല്ലാ വീടുകളിലും സ്മാർട്ട് ഫോൺ ഉണ്ട്. അമ്മമാരുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണാണ് കുട്ടികളുടെ കയ്യിലുള്ളത്. അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്തെടുക്കുക. അച്ഛന്മാരുടെ കുറവാണ്, കൂടുതൽ അമ്മമാർ. കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള ഒരുപാട് ആപ്പുകളുണ്ട്. അത് കുറേ കഴിഞ്ഞ ജീവിതം ആപ്പിലാക്കും എന്നത് അവരറിയുന്നുമില്ല പാവം. അതുകൊണ്ടാണല്ലോ അതിന് ആപ്പ് എന്ന് പേരിട്ടത്. ഈ കുറേ ആപ്പുകളൊക്കെ വെച്ച് രാത്രി ഒരു 10-11 മണി വരെ മൊബൈലിലിരുന്ന് രാവിലെ ഒരു 10 മണി വരെ കിടന്നുറങ്ങുന്ന ഒരു കുട്ടികളുടെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ശീലങ്ങൾ ഉണ്ടാക്കി വെച്ചപ്പോൾ എന്തായി? അമ്മമാർ മനസ്സിലാക്കണം, ആലസ്യം പിന്നീട് ആ കുട്ടിയെ ബാധിക്കുന്നത് തൻ്റെ ഒരു കാര്യത്തിലും ആ കുട്ടിക്കൊരു ഫേം ഡിസിഷൻ എടുക്കാനോ ഒരു ഉറച്ച തീരുമാനമെടുത്ത് എക്സിക്യൂഷൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഫയലുകളൊക്കെ അങ്ങനെയുള്ളവരുടെ മുന്നിൽ കെട്ടിക്കിടക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ജോലിയിലും അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തത്. അമ്മമാർ നശിപ്പിച്ചതാണ്. കാരണം നമ്മുടെ കുട്ടികളുടെയൊക്കെ ജീവിതം ബ്രാഹ്മേ മുഹൂർത്തവുത്തായ ബ്രഹ്മമുഹൂർത്തത്തിൽ എണിപ്പിച്ച് ശീലിപ്പിക്കണം. അതിലൊന്നൊരു വിട്ടുവീഴ്ച ഉണ്ടാവരുത്. കാരണം ബുദ്ധിശക്തി ഉണരുന്നത്, ബുദ്ധിശക്തി വികസിക്കുന്നത് രാവിലെ തന്നെയാണ്. ഞാൻ അനവധി ക്ലാസ്സുകളിൽ പറഞ്ഞു, ആവർത്തിക്കുന്നു. നിങ്ങൾക്കൊരു പക്ഷേ വിരസത തോന്നുമായിരിക്കാം, എന്നാലും വേണ്ടില്ല. പക്ഷെ മനസ്സിലാക്കണം, നമ്മുടെ ബ്രഹ്മമുഹൂർത്തം എന്ന കാലത്തെ സമയം നഷ്ടപ്പെടുത്തരുത്. സൂര്യൻ ഉദിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ സെല്ലുകൾ ഉണരുന്നുണ്ട്. അത് ആ സമയത്ത് ഉറങ്ങിക്കിടന്നാൽ പിന്നെ ഒരിക്കലും അത് വികസിക്കില്ല. അത് അങ്ങനെയുള്ളവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല.
അതുകൊണ്ടാണ് അങ്ങനത്തെ ഭരണാധികാരികളൊക്കെ ഭരിക്കുന്ന സ്ഥലം നോക്കൂ, ഒരു വികാസമുണ്ടാവില്ല. അവർക്ക് എല്ലാറ്റിനും ഉപദേശകന്മാരാണ്, 1000 ഉപദേശകന്മാർ. കാരണം സ്വയം ചിന്തിച്ച് അത് അനലൈസ് ചെയ്ത് പഠിക്കാനുള്ള ബുദ്ധി വികസിക്കണം. ആ ബുദ്ധി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവർക്ക് സാധന വേണം. ആ ഭരണാധികാരികളെക്കുറിച്ചാണ് ഇനി പറയാനുള്ളത് അടുത്ത ശ്ലോകത്തിൽ. അങ്ങനെയുള്ള ഭരണാധികാരികളാണ് ഭാരതത്തിൽ പണ്ട് ഭരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഭാരതം ഇന്നും അറിയപ്പെടുന്നത്. നോക്കൂ, അങ്ങനെയുള്ള ഭരണാധികാരികൾ ഭരിച്ചതുകൊണ്ട് ഇന്നും ഭാരതത്തിന് ചില സംസ്കാരങ്ങളുണ്ട്. നിങ്ങൾ ഏത് രാജ്യത്തിലാണ് അവിടുത്തെ ഭരണാധികാരികൾ ഒരു സംസ്കാരം ഉണ്ടാക്കി വെച്ച ചരിത്രം ഒന്ന് എടുത്തു നോക്കൂ. ഇവിടുത്തെ മുഗളന്മാരുടെ ചരിത്രം നാട്ടുകാരോട് പറയാൻ പറ്റുമോ? കാരണം എല്ലാ ഹിന്ദുക്കളെയും ഉപദ്രവിക്കുകയും അതുപോലെ സ്ത്രീകളെ കണ്ടമാനം കൊണ്ട് താമസിപ്പിക്കുകയും കുറേ നശിപ്പിച്ച് ക്ഷേത്രങ്ങളും മറ്റും തകർത്ത്, ഈ ചരിത്രങ്ങളൊക്കെ ഒരാളോട് പറയാൻ പറ്റുമോ? മുഗളന്മാരുടെ ചരിത്രം പഠിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? ഇനി ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് നോക്കൂ നിങ്ങൾ, കൊള്ളാവുന്ന ചരിത്രം പറയുന്നവരെത്ര ഉണ്ട്? കൊള്ളാവുന്ന ചരിത്രം കൊണ്ടു നടക്കാൻ എന്താ പറയുക ആ രാജ്യത്തിനുള്ളത് വളരെ വളരെ കുറച്ച്, വളരെ ഇല്ലയെന്ന് ഞാൻ പറയില്ല, എല്ലാ രാജ്യത്തിലും കുറച്ചുണ്ടാവുമായിരിക്കാം. പക്ഷെ ഭാരതത്തിന് അങ്ങോട്ട് മഹാഭാരത കാലം മുതൽ ഇന്നും അതിൻ്റെ ഒരു മഹത്വം നോക്കൂ നിങ്ങൾ. ഈ കോവിഡ് കാലത്തും നമുക്ക് TV ചാനലിലൂടെ മഹാഭാരതവും രാമായണം വെച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ലോകം കണ്ട ചരിത്രം, എന്തിനേറെ സൗദി അറേബ്യ എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക രാജ്യം, അവിടെ പഠിപ്പിക്കാൻ ഇപ്പം പോകുന്നത് രാമായണവും മഹാഭാരതവും ഒക്കെയാണ്. അപ്പം നോക്കുക ആ ചരിത്രത്തിന് എത്രമാത്രം ഒരു മഹത്വം ഉണ്ട് എന്നുള്ളത്. അതെന്തേ ആ ചരിത്രത്തിന് ഇത്രയും മഹത്വം? കാരണം ആ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് മുഴുവൻ എങ്ങനെയുള്ള മനുഷ്യനായാൽ എങ്ങനെയുള്ള ലോകം കെട്ടിപ്പടുക്കാം. ഒരു ദുര്യോധനൻ കെട്ടിപ്പടുത്ത രാജ്യമേത്? ധർമ്മപുത്രൻ കെട്ടിപ്പടുത്ത രാജ്യമേത്? ഒരു രാവണൻ കെട്ടിപ്പടുത്ത രാജ്യമേത്? ഒരു ശ്രീരാമസ്വാമി കെട്ടിപ്പടുത്ത രാജ്യമേത്? അപ്പം ഇതൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് അന്നുള്ളവർ ഈ ചരിത്രം നമുക്ക് തന്നിരിക്കുകയാണ്, നടന്ന സംഭവങ്ങൾ. അതുകൊണ്ടാണ് അതിനെ ഇതിഹാസം, ഇതിഹാസം, ഇങ്ങനെ മുമ്പ് നടന്നിരുന്നു എന്ന് തന്നെ എഴുതി വെച്ചത്. അപ്പം അതുകൊണ്ട് നാം മനസ്സിലാക്കണം, നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആലസ്യം തന്നെയാണ്. അതിന് നമ്മൾ വിട്ടുകൊടുക്കരുത്. രണ്ടാമത്തെ ശത്രു ഞാൻ പറഞ്ഞു, മനുഷ്യൻ്റെ സ്വാർത്ഥമായ ലോകമാണ്. എൻ്റെ ഇഷ്ടം, എൻ്റെ ലോകം, അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്തേ പറ്റുള്ളൂ. ആ ലോകത്തെ ബ്രേക്ക് ചെയ്യാതെ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം എൻ്റെ ഇഷ്ടമല്ല, എനിക്ക് വരുന്നത് ഇഷ്ടപ്പെടണം. എന്തായാലും ശരി, എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനതിനെ പരിഭവം പറയണ്ട, വേണ്ടെങ്കിൽ വേണ്ട, നോ കമൻറ്റ്. മനസ്സിനെ അസ്വസ്ഥമാക്കാൻ അനുവദിക്കരുത്. മൂന്നാമത്തത്, നമ്മുടെ ജീവിതത്തിൽ നാം മറ്റുള്ളവരുടെ സുഖത്തിൽ ആനന്ദിക്കാൻ പഠിക്കണം. മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ ആ മറ്റുള്ളവർക്ക് പ്രിഫറൻസ് കൊടുക്കുക. എനിക്ക് ഈ കാര്യം ചെയ്യാം, നിങ്ങളങ്ങനെ ജീവിച്ചു നോക്കൂ. അപ്പോൾ ഈ പറഞ്ഞ പരമാപ്നോതി പൂരുഷ, മനുഷ്യൻ അവൻ്റെ ഒരു ചെറിയ ലോകത്തിൽ നിന്നും വലിയ ലോകത്തിലേക്ക് അവൻ വികസിക്കേ. അപ്പം നമ്മൾ വികസിക്കാതെ ഒരിക്കലും ഈ പറയുന്ന ശ്ലോകം നമുക്ക് മനസ്സിലാവില്ല. ഇത് വെറും ശ്ലോകമല്ല, ഇത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വികസിക്കേണ്ടതിൻ്റെ ആവശ്യകത അത് കൃഷ്ണൻ കാണിച്ചു തരികയാണ്. അപ്പോൾ ഈ പരമാപ്നോതി, ആപ്നോതി എന്ന് പറഞ്ഞാൽ പ്രാപിക്കുക എന്നാണ്, കൈവരിക്കുക. അവർ കൈവരിക്കുന്നു. ആര് കൈവരിക്കുന്നു? ശ്ലോകം വായിക്കുന്നവരല്ല. ശ്ലോകം വായിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ കൈവരിക്കാൻ സാധിക്കുക? നമ്മുടെ ജീവിതത്തിൽ നമ്മളിത് പരിശീലിച്ചു കൈവരിക്കണം. അപ്പം അങ്ങനെ നമുക്ക് ജീവിതത്തിൽ മാറ്റം വരുത്താനുള്ള ബോധം ഉണ്ട്. ബോധം സ്വതന്ത്രമാണ്, ആരുടെയും മനസ്സ് കണ്ടീഷൻഡ് അല്ല. അതാണ് പലരും തെറ്റിദ്ധരിക്കുന്നത്. ഓ, ദൈവം എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചു, ദൈവം എനിക്ക് ഇങ്ങനെ കഷ്ടപ്പാടുന്നു, ദൈവം എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് തന്നിട്ടില്ല. നിങ്ങൾക്ക് വെറും തോന്നലാണ്. ഭട്ടതിരിപ്പാടും അത് നാരായണീയത്തിൽ സമ്മതിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് നാരായണീയത്തിൽ ഭട്ടതിരിപ്പാട് പറയും, ഓ ഭഗവാനെ, എൻ്റെ കാലിൻ്റെ വാതരോഗവും മറ്റുള്ളവരുടെയൊക്കെ ദുരിതങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നും, കഷ്ടാതേ സൃഷ്ടിചേഷ്ടാം ബഹുധരഭവഹേ ധാവഹാ ജീവവാജാം ഇത്യേവം പൂർവമാലോചിതമജിതമയ നൈവമദ്യാഭിജാനേ നോച്ചേ ജീവാ കഥം വാ മധുരതരമിതം ത്വൽവപുച്ഛിദ്രസാർദ്രം നേത്രൈ ശ്രോത്രൈശ പീത്വാ പരമസുഖരസാം ഓദിപൂരേ രമേരൻ.
ഞാനും കരുതി കഷ്ടാത്തെ എന്തിനായി കഷ്ടങ്ങളും ദുരിതങ്ങളൊക്കെ കൊടുത്തത്. പലരും അങ്ങോട്ട് പുരോഗതി പ്രാപിക്കുന്നില്ല. പലർക്കും പല പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ എന്തിനാ ദൈവം ഇത്രയൊക്കെ ദുരിതം കൊടുത്തത്? പിന്നെയാ മനസ്സിലായത്, ഈ കഷ്ടങ്ങളൊക്കെ മനുഷ്യൻ ഏറെക്കുറെ അവനവൻ വിളിച്ചു വരുത്തിയെടുത്താക്കിയതാണ്. ദൈവത്തിനെ കുറ്റം പറയരുത്, പഴി പറയരുത്. നാം നമ്മുടെ ജീവിത രീതി കൊണ്ടുണ്ടാക്കി വെച്ചാണ്. ഇപ്പം നോക്കൂ, കോവിഡിനെ നമ്മൾ കുറ്റം പറയുന്നു. കോവിഡിനെ ആരാ ഉണ്ടാക്കിയത്? മനുഷ്യൻ്റെ ജീവിത രീതികളിലുണ്ടായ പ്രശ്നമാണ്. അവൻ്റെ ശരീരത്തിൽ അമിതമായ ഗ്ലൂക്കോസ്, അപ്പം അതിന് കയറിപ്പറ്റാനുള്ള സാഹചര്യങ്ങൾ, നമ്മുടെ അശ്രദ്ധ, ഈ രീതിയിലൊക്കെ മനുഷ്യൻ ജീവിച്ചപ്പോൾ ഉണ്ടായതാണ് ഈ കോവിഡിൻ്റെ ഇത്രയും വ്യാപനത്വം. രാവിലെ എണീറ്റ് കുറച്ച് നേരം പ്രാണായാമവും യോഗയും സാധനയും ഒക്കെ അനുഷ്ഠിക്കുക. നാക്കിന് അമിതമായ രുചിയുള്ള ഭക്ഷണം പുറത്തു നിന്ന് അങ്ങനെ മേടിച്ച് അങ്ങനെ തട്ടാതിരിക്കുക. നമുക്കറിയണം, ശരീരത്തിൽ അമിതമായ ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ നമ്മൾ അമിതമായ മധുരപലഹാരങ്ങൾ, അതുപോലെ ഈ പൊറോട്ടയൊക്കെ കണ്ടമാനം അടിച്ച് വീശി കഴിക്കുമ്പോൾ അതിൽ ഗ്ലൂക്കോസ് കണ്ടൻറ്റ് കൂടുതലാണ്. അത് മുഴുവൻ ശരീരത്തിൽ ഡൈജസ്റ്റഡ് ആവില്ല, അത് ശരീരത്തിൽ അക്യുമുലേറ്റ് ചെയ്യും. ഈ അക്യുമുലേറ്റഡ് ഗ്ലൂക്കോസാണ് ഈ കൊറോണയുടെ ഏറ്റവും വലിയ മരുന്ന്. അവൻ അതിലേക്കാണ് അവൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നത്. അപ്പം ഈ തരത്തിൽ നമ്മളൊരു വൈറസിന് ജീവിക്കാൻ പറ്റുന്ന വിധത്തിൽ ശരീരത്തെ ആക്കിയെടുത്ത് പാവം ദൈവത്തെ പഴി പറയേണ്ട വല്ല കാര്യമുണ്ടോ? അവനവൻ്റെ ജീവിത രീതിയിൽ നമ്മൾ മാറ്റം വരുത്താതെ, എനിക്കതാണ് പലരോടും ഒരു വിഷമം തോന്നുന്നത്. അത് ചിലവരങ്ങനെ അന്ധമായിട്ട് അങ്ങോട്ട് ഉറപ്പിക്കുക, ദൈവം തന്ന ശിക്ഷയാണ്, ദൈവം തന്ന പരീക്ഷണമാണ്, ദൈവം തന്നതാണ്. ദൈവം തന്നതല്ല, മനുഷ്യൻ ഉണ്ടാക്കി വെച്ച, മനുഷ്യൻ്റെ ജീവിത രീതി കൊണ്ട് ഉണ്ടാക്കി വെച്ച ദുരിതങ്ങളാണ്. അപ്പോൾ മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ദുരിതങ്ങളെ മനുഷ്യൻ തന്നെ മാറ്റിയെടുക്കണം. അപ്പം നമുക്കതിനുള്ള ഫ്രീ വിൽ, അതിനുള്ള ബോധമുണ്ട്, സ്വതന്ത്രമായ ബോധമുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ ആരും ദൈവത്തിൻ്റെ ശിക്ഷയുള്ളവരാണ്, ദൈവം നിങ്ങളെ ശിക്ഷിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ദൈവം നിങ്ങളെ അങ്ങനെ വിധിച്ചിരിക്കണം, കരുതരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്നു മുതൽ മാറ്റം വരുത്താം. തീരുമാനിച്ചാൽ മതി, എനിക്ക് വേണോ മാറ്റം. അങ്ങനെ നമ്മളൊരു കൃത്യനിഷ്ഠ ജീവിതത്തിൽ ശീലിച്ച് എന്ത് ചെയ്യുന്നതും ആസ്വദിച്ച് സന്തോഷിച്ച്, അതുപോലെ മറ്റുള്ളവർക്ക് അതിലൂടെ ഒരു സുഖം, സന്തോഷം പകർന്ന് നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടൊക്കെ നമ്മളങ്ങനെ ശീലിച്ചെടുത്താൽ എന്തൊരു ജീവിതമാണ്. നിങ്ങൾ നോക്കൂ, അങ്ങനെയൊന്നും മരിച്ചു നോക്കൂ നിങ്ങൾ. അതല്ലേ ജീവിതം. അങ്ങനെ ജീവിച്ചു നോക്കിയാലേ അങ്ങനെ മരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അങ്ങനെ മരിച്ചു നോക്കൂ പറഞ്ഞ അർത്ഥം ജീവിക്കരുതെന്നല്ല. അങ്ങനെ ജീവിച്ചാൽ അങ്ങനെ മരിക്കാം. അപ്പം നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തോടൊരു മതിപ്പും ബഹുമാനവും ആദരവും തോന്നും. ഇതെല്ലാവർക്കും സാധിക്കും എന്നതാണ് ഭഗവത്ഗീത പഠിപ്പിക്കുന്നത്. അല്ലാതെ ദൈവം ആരെയും ഇത്ര ആൾക്കാർക്കേ പറ്റുള്ളൂ, ബ്രാഹ്മണർക്ക് മാത്രമേ പറ്റുള്ളൂ, ഇത് മറ്റുള്ളവർക്ക് പറ്റില്ല, ഈ അങ്ങനെ ഇല്ല. അതൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ്. ദൈവത്തിന് അങ്ങനെ ആരോടും ഒരു പ്രത്യേക പ്രിഫറൻസ് ഇല്ല. അവിടെ ബ്രാഹ്മണനെന്നോ ബ്രാഹ്മണനല്ലാത്തവനെന്നോ പൂജാരിയെന്നോ പൂജാരി അല്ലാത്തവനോ ആരോടുമില്ല. സർവേഷു, നമ്മളിനി അങ്ങോട്ട് പോകുന്നതൊക്കെ ഈ ശ്ലോകങ്ങളൊക്കെ അവിടെ സർവേഷു, സർവേഷു എന്ന് പറഞ്ഞാൽ എല്ലാവരോടും. ഈ ഒരൊറ്റ കാര്യം ഭഗവാന് പറയാനുള്ളൂ. എന്താണ്? അസക്തഹ്യാചരൻ കർമ്മ പരമാപ്നോതി പുരുഷ. എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് നിറവേറ്റാനും സാധിക്കും, അതുപോലെ അത് മറ്റുള്ളവർക്ക് പ്രയോജനകരമാവാൻ പ്രയത്നിക്കും. ഇനി നമ്മൾ പ്രതീക്ഷിച്ചത് കിട്ടിയില്ലെങ്കിലും അതിലല്ല നമ്മുടെ ശ്രദ്ധ, നമ്മുടെ കർത്തവ്യത്തിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട്, നമ്മുടെ പ്രയത്നത്തിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് കൂടുതൽ കൂടുതൽ നാം പ്രവർത്തിക്കും തോറും, പ്രയത്നിക്കും തോറും, പരിശീലിക്കും തോറും, അതിനുവേണ്ടി നാം നിരന്തരം പ്രയത്നിക്കുമ്പോൾ ഒന്ന് നിങ്ങൾ ഓർത്തോളൂ, ഈ പ്രയത്നമാണ്, ഈ പരിശീലനമാണ്, ഈ കർത്തവ്യമാണ് നമ്മളെ വലിയ മഹാനാക്കുന്നത്. ആഗ്രഹങ്ങൾ കേവലം മനസ്സിൽ വെച്ചതുകൊണ്ട് കാര്യമില്ല. നമ്മൾ നിരന്തരം പ്രയത്നിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പ്രയത്നങ്ങളും പ്രവൃത്തികളും നമ്മളിൽ നിന്ന് നിരന്തരം വരുന്ന ഒരു ഊർജമുണ്ടല്ലോ, ആ ഒരു പ്രവാഹമാണ് നമുക്ക് വലിയൊരു ആനന്ദവും അതുപോലെ തന്നെ വലിയൊരു നമുക്ക് കിട്ടുന്ന ഒരു അതിൻ്റെ റിസൾട്ട്. ഏത് കർമ്മത്തിനൊരു കർമ്മഫലം ഉണ്ടാവുമല്ലോ. അപ്പം നല്ലത് ചെയ്തുകൊണ്ടേയിരുന്നാൽ നല്ല കർമ്മഫലം നമ്മളടുത്തേക്ക് വന്നുകൊണ്ടിരിക്കും. നമ്മൾ നല്ലതൊത്ര ചെയ്യാതെ എപ്പോഴും വിലപിച്ചും പരാതി പറഞ്ഞും, നിങ്ങൾ നോക്കൂ, പല ഉദ്യോഗസ്ഥന്മാരെയും നോക്കൂ, ഓഫീസിലെത്തിക്കഴിഞ്ഞാൽ പ്രാഗി, കുറ്റം പറഞ്ഞ്, ദോഷം പറഞ്ഞ് അങ്ങനെ ജോലി ചെയ്യുന്നവർക്ക് എന്ത് സുഖമുണ്ടാവും. പുറമേയുള്ളവർ നോക്കുമ്പോൾ അവർ ജോലി ചെയ്യണം, പക്ഷെ അവർ അകത്ത് ശപിച്ചുകൊണ്ടിരിക്കുകയാണ്, അകത്ത് അവർ വെറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അകത്ത് മുഴുവൻ അസ്വസ്ഥത നിറച്ച്
പുറത്ത് നാം എത്ര നല്ലവരാക്കാൻ ശ്രമിച്ചാലും സാധ്യമില്ല. നിങ്ങളൊരു പക്ഷേ നല്ല വെളുത്ത ഷർട്ടും നല്ല ഓഫീസ് സ്യൂട്ടൊക്കെ ഇട്ടിട്ട് നല്ല പെർഫ്യൂമൊക്കെ അടിച്ചിരുന്നാലും ക്ലീൻ ഷേവൊക്കെ അടിച്ചിരുന്നാലും ഉള്ളിൽ ബോയിലിംഗ് ആണെങ്കിൽ, അവിടെ ആകെ തിളച്ചു മറിയുകയാണെങ്കിൽ ജീവിതം അത് തന്നെയാണ്. ആസ് ഇൻസൈഡ് സോ ലൈഫ്. അല്ലാതെ പുറത്തെങ്ങനെയാണോ അതുപോലെയല്ല ലൈഫ്. ഉള്ളിൽ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് ജീവിതം. അപ്പോൾ ഉള്ളു വളരെ സ്വതന്ത്രമാക്കി, ശാന്തമാക്കി, സന്തോഷമുള്ളതാക്കി, ഒരു തരത്തിലുള്ള അസ്വസ്ഥതകളില്ലാത്ത ഒരു മനസ്സ് നേടിയെടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? അങ്ങനെ ജീവിച്ച കുറേ മഹാന്മാരുണ്ട്. അവരെങ്ങനെയാണത് കൈവരിച്ചത് എന്നത് ഭഗവാൻ കൃഷ്ണൻ വളരെ ഗംഭീരമായി ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു തരികയാണ്. ആരൊക്കെയാണ് ആ രാജാക്കന്മാർ, മഹാന്മാർ? അവരൊക്കെ എങ്ങനെയാണ് അവരുടെ മനസ്സിനെ വളരെ സ്വതന്ത്രമാക്കി വെച്ചുകൊണ്ട്, മീൻസ് ഒരു തരത്തിലുള്ള അസ്വസ്ഥതകൾ അലട്ടാതെ അവർ രാജ്യഭരണം നടത്തി അവർ വളരെയധികം മഹാന്മാരായി തീർന്നു. ലോകത്തിന് തന്നെ മാതൃകകളായി തീർന്നു. അല്ലെങ്കിൽ കൃഷ്ണൻ ഗീതയിൽ അവരുടെ പേര് പറയില്ലല്ലോ. അപ്പം ലോകത്തിന് തന്നെ മാതൃകകളായി മാറുന്ന രാജാക്കന്മാരിവിടെ ഭരിച്ചിട്ടുണ്ട്. അവരെക്കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ വിശദീകരിക്കുന്നത്. അത് നമുക്ക് വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാം, ഹരി ഓം.